4 semester Bsc degree examination April 2021 അതിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന പേപ്പറിലെ സെക്ഷൻ ബിയിലെ അതായത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഫോർ എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഒരു കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് നോക്കാം. കൺസിഡർ എ പോപ്പുലേഷൻ ഹാവിംഗ് ദ PDF fx theta. Suppose the population parameter theta is unknown. Then take a random sample x1, x2, etc. xn from the population and compute an estimator t for theta. The estimator t is said to be consistent for theta if for any epsilon greater than 0, however small, probability of modulus of t minus theta greater than epsilon tends to 0 as n tends to infinity, or probability of modulus of t minus theta less than epsilon tends to 1 as n tends to infinity. That is, t tends to theta in probability. അതായത് ഒരു എസ്റ്റിമേറ്റർ ടി ഓഫ് സൈസ് എൻ കാൽക്കുലേറ്റഡ് ഫ്രം എ റാൻഡം സാമ്പിൾ, അതിനെ നമ്മൾ തീറ്റ എന്ന് പറയുന്ന ഒരു അൺനോൺ പാരാമീറ്ററിൻ്റെ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ എന്ന് എപ്പോഴാണ് പറയുന്നത്? ഇഫ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് തീറ്റ ഗ്രേറ്റർ ദാൻ ആപ്സലോൺ, ആ പ്രോബബിലിറ്റി സീറോയിലേക്ക് ടെൻഡ് ചെയ്യണം ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അല്ലെങ്കിൽ എങ്ങനെയും കൂടി പറയാം, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് നമുക്ക് പറയാമെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സലോൺ ടെൻസ് ടു 1 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അതായത് നമുക്ക് പറയാം ടി ടെൻസ് ടു തീറ്റ ഇൻ പ്രോബബിലിറ്റി, ടി ടെൻസ് ടു തീറ്റ ഇൻ പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ടി ഇസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ. ഇനി അടുത്തത് the sufficient condition for an estimator t to be consistent for theta are expectation of t tends to theta and variance of t tends to 0 as n tends to 0 as n tends to infinity. ഈ രണ്ട് കണ്ടീഷൻസും അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ടി ഇസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. അപ്പോൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് കണ്ടീഷൻസ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ടെൻസ് ടു തീറ്റയും വേരിയൻസ് ഓഫ് ടി ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ്. അപ്പം ആദ്യം നമുക്ക് നോക്കാം, അത് പറയുന്നതിന് മുമ്പ് എന്താണ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് ഇറ്റ്സ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് മ്യൂ ആണ്. ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണെങ്കിൽ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഇറ്റ്സ് മീൻ എക്സ്പെക്റ്റേഷൻ മ്യൂ that is less than or equal to k sigma, where k is a constant, is greater than or equal to 1 minus 1 by k square. ഇതാണ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കെ സിഗ്മയെ നമ്മൾ ആപ്സലോൺ കൊടുത്തിട്ടൊന്ന് മാറ്റി എഴുതുകയാണ്. അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇവിടെ കെ സിഗ്മേൻ്റെ സ്ഥാനത്ത് ഞാൻ ആപ്സലോൺ എന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കെ സിഗ്മ ഇസ് ഈക്വൽ ടു ആപ്സലോൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വാട്ട് ഇസ് കെ. കെ ഇസ് ഈക്വൽ ടു ആപ്സലോൺ ഡിവൈഡഡ് ബൈ സിഗ്മ ആയിരിക്കും. ഓർ കെ സ്ക്വയർ എന്ന് പറയുന്നത് ആപ്സലോൺ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. നമുക്കിവിടെ വേണ്ടത് 1 ബൈ കെ സ്ക്വയർ ആണ്. അപ്പോൾ 1 ബൈ കെ സ്ക്വയർ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് സിഗ്മ സ്ക്വയർ. This is sigma square by epsilon square, and 1 minus 1 by k square is equal to 1 minus sigma square by epsilon square. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പം ഈ ആപ്സലോൺ വെച്ചിട്ട് നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആപ്സലോൺ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് സിഗ്മ സ്ക്വയർ ബൈ ആപ്സലോൺ സ്ക്വയർ. നമ്മൾ ഈ ടൈപ്പിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ എസ്റ്റിമേറ്റർ ടിക്കാണ്.
ടി എന്ന് പറയുന്നതാണ് നമ്മൾ എസ്റ്റിമേറ്റർ. ഈ ടി എന്ന് പറയുന്ന എസ്റ്റിമേറ്ററിനാണ് ഞാൻ എന്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഈ ടൈപ്പിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി. അപ്പം ടി എന്ന് പറയുന്നത് എൻ എസ്റ്റിമേറ്റർ ആണ്. ദാറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ഫ്രം എ സാമ്പിൾ ഓഫ് സൈസ് എൻ സൈസുള്ള സാമ്പിൾ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിരുന്ന ഒരു എസ്റ്റിമേറ്ററാണ് ടി. അതിൻ്റെ എക്സ്പെക്റ്റേഷനെ, അതിൻ്റെ മീനിന് ഞാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എന്ന് എഴുതുകയാണ്. ആൻഡ് ഇറ്റ്സ് വേരിയൻസ് ഓഫ് ടി. ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നത്. അതായത് വി ക്യാൻ റൈറ്റ് ദിസ് ആസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് ഇറ്റ്സ് മീൻ, ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി, ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആപ്സലോൺ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 minus sigma square, that is variance of t divided by epsilon square. ഇതാണ് നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ തീറ്റ എന്ന് പറയുന്ന നമ്മൾ എസ്റ്റിമേറ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെ എങ്ങനെ ചെയ്യാൻ പോകുന്നു? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ്, ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തീറ്റേനെ മൈനസ് ചെയ്യുന്നു, പ്ലസ്സും ചെയ്യും. അപ്പം ടി മൈനസ് തീറ്റ പ്ലസ് തീറ്റ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് തീറ്റേൻ്റെ എഫക്റ്റ് അത് ക്യാൻസലായി പോകും. പക്ഷേ തീറ്റ എന്ന് പറയുന്നൊരു കാര്യം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട് അല്ലേ. മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി, ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആപ്സലോൺ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് വേരിയൻസ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ആപ്സലോൺ സ്ക്വയർ. ഇങ്ങനെ എഴുതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ്, ഇതിന് ഞാൻ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ്, ടി മൈനസ് തീറ്റ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും മൈനസ് ഓഫ് അടുത്തെടുക്കാൻ പോകുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി മൈനസ് തീറ്റ. ഇങ്ങനെ രണ്ടെണ്ണാക്കിയിട്ട് രണ്ട് ആളുകളായിട്ട് ഇതിനെ സെറ്റുകളായിട്ട് നമ്മളതിനെ ഭാഗിച്ചു. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആപ്സലോൺ, ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് വേരിയൻസ് ഓഫ് ടി ബൈ ആപ്സലോൺ സ്ക്വയർ. ഇങ്ങനെ നമ്മൾ എഴുതി. അടുത്തതായിട്ട് ഈ മോഡുലസിനെ ഞാൻ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് തീറ്റ മൈനസ് മോഡുലസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി മൈനസ് തീറ്റ. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അതുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആപ്സലോൺ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആപ്സലോൺ, ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് വേരിയൻസ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ആപ്സലോൺ സ്ക്വയർ. ഇങ്ങനെ നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് തീറ്റ. ഇതിനെ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി മൈനസ് തീറ്റ, മോഡുലസ് ഓഫ് ദാറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആപ്സലോൺ പ്ലസ് മോഡുലസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി മൈനസ് തീറ്റ, ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് വേരിയൻസ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ആപ്സലോൺ സ്ക്വയർ അല്ലേ. ഇങ്ങനെ നമ്മൾ ഇവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. അതായത് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എങ്ങോട്ടേക്ക് പോകുന്ന പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് വിൽ ടെൻ ടു തീറ്റ. ആൻഡ് വേരിയൻസ് ഓഫ് ടി എങ്ങോട്ട് പോകും? ഇറ്റ് വിൽ ടെൻ ടു 0 എന്നാണ് നമ്മൾ സഫിഷ്യൻറ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ആ സഫിഷ്യൻറ്റ് കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി തീറ്റയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഈ ടേം എക്സ്പെക്റ്റേഷൻ ഓഫ് ടി മൈനസ് തീറ്റ എന്ന് പറയുന്ന ഈ ടേം എവിടേക്ക് പോകും? അത് 0 ആയിട്ട് പോകും. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ വേരിയൻസ് ഓഫ് ടി 0യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് 1 മൈനസ് 0, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് എവിടേക്ക് പോകും? 1ലേക്ക് ടെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മോഡുലസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി മൈനസ് തീറ്റ ദാറ്റ് വിൽ ടെൻ ടു 0 ആൻഡ് വേരിയൻസ് ഓഫ് ടി ടെൻസ് ടു 0 മീൻസ് 1 മൈനസ് വേരിയൻസ് ഓഫ് ടി ബൈ ആപ്സിലോൺ സ്ക്വയർ വിൽ ടെൻ ടു 1. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആപ്സിലോൺ വിൽ ടെൻ ടു 1 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ എഴുതിയാൽ നമുക്ക് പറയാം ടി ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ. ടി ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ ഈ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് പ്രൂവ് ചെയ്യുന്നത്.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കോൺഫിഡൻസ് കോഎഫിഷ്യൻറ്റ്. ഡിറൈവ് എ 100 into 1 minus alpha percentage confidence interval for the variance of the normal population n mu sigma square based on a random sample of size n when the population mean is also unknown. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് എന്ന് നോക്കാം. കോൺഫിഡൻസ് കോഎഫിഷ്യൻറ്റ് is the probability that a confidence interval will contain the true value of the parameter. ഒരു കോൺഫിഡൻസ് ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ നമ്മൾ പാരാമീറ്ററിൻ്റെ വാല്യൂ ഉണ്ടാവാനുള്ളതിൻ്റെ പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഫിഡൻസ് കോഎഫിഷ്യൻറ്റ്. അതായത് ഇഫ് പ്രോബബിലിറ്റി ഓഫ് T1 less than or equal to theta less than or equal to T2 is equal to 1 minus alpha, then T1 comma T2 is the 100 into 1 minus alpha percentage confidence interval for the unknown population parameter theta. അങ്ങനെയാണെങ്കിൽ 1 minus theta is called the confidence coefficient. അതായത് 1 minus theta എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് തീറ്റ ലൈസ് ബിറ്റ്വീൻ T1 ആൻഡ് T2. T1ഉം T2ഉം എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന രണ്ട് എസ്റ്റിമേറ്റേഴ്സാണ്. അപ്പോൾ ആ രണ്ട് എസ്റ്റിമേറ്റേഴ്സിനിടയിൽ തീറ്റ കടക്കാനുള്ള പ്രോബബിലിറ്റീനെയാണ് നമ്മൾ എന്തു പറയുന്നത്, കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് 100 into 1 minus alpha percentage confidence interval for variance നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് വേരിയൻസിനുള്ള കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം n² ഫോളോ ചെയ്യുന്നത് ഒരു chi² ഡിസ്ട്രിബ്യൂഷൻ ആണെന്നറിയാം വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ കാര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ വേരിയൻസ് σ² ഒരു കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്? n² ഫോളോസ് എ chi² ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് σ² കടക്കാൻ സാധ്യതയുള്ള രണ്ട് ഒരു വാല്യൂസ് കണ്ടുപിടിക്കണം സാമ്പിൾ ഉപയോഗിച്ചിട്ട്. ദാറ്റ് ഈസ് ഒരു T1ഉം T2ഉം കണ്ടുപിടിക്കണം. സോ ദാറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് σ² lies between T1 and T2. That is probability that T1 less than or equal to σ² less than or equal to T2 എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫ എന്ന രീതിയിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പറയാം എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ T1ഉം T2ഉമാണ് 100 into 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവൽ. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഈ chi² ഡിസ്ട്രിബ്യൂഷനാണ് n² എന്ന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന ഒരു chi² റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ബൈ റെഫറിങ് ദ chi² ടേബിൾസ് റെഫർ ചെയ്തിട്ട് നമുക്ക് രണ്ട് ടേബിൾ വാല്യൂസ് കണ്ടുപിടിക്കാം. രണ്ട് ടേബിൾ വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 2 ടേബിൾ വാല്യൂസ് ബൈ റെഫറിങ് ദി chi² ടേബിൾസ് നോക്കിയിട്ട് രണ്ട് ടേബിൾ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഒന്നിന് ഞാൻ chi² 1 മൈനസ് ആൽഫ ബൈ 2 എന്ന് പേര് കൊടുക്കുന്നു. ആൻഡ് അതർ വൺ ഈസ് chi² ആൽഫ ബൈ 2. ഇങ്ങനെ രണ്ട് chi² വാല്യൂസ് ടേബിൾ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിൽ ഈ chi² 1 മൈനസ് ആൽഫ ബൈ 2 നമ്മൾ കണ്ടുപിടിക്കുന്നത് chi² ടേബിളിനെ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ആൻഡ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1 മൈനസ് ആൽഫ ബൈ 2വിലും റെഫർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ടേബിൾ വാല്യൂ ആണ് chi² 1 മൈനസ് ആൽഫ ബൈ 2. സിമിലർലി chi² ആൽഫ ബൈ 2 എന്ന് പറയുന്ന ടേബിൾ വാല്യൂ നമ്മൾ chi² ടേബിളിനെ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും പ്രോബബിലിറ്റി ഓർ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ബൈ 2വിലും റെഫർ ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടേബിൾസ് എന്ന് രണ്ട് ടേബിൾ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് പ്രോബബിലിറ്റി ദാറ്റ് chi² 1 മൈനസ് ആൽഫ ബൈ 2 less than or equal to chi² less than or equal to chi² alpha by 2 is equal to 1 minus alpha. അതായത് chi² ടേബിളിൽ നിന്ന് നമുക്ക് രണ്ട് ടേബിൾ വാല്യൂസ് കിട്ടും. സോ ദാറ്റ് ദ വാല്യൂ ഓഫ് എ chi² വേരിയബിൾ ലൈസ് ബിറ്റ്വീൻ ദീസ് ടു വാല്യൂസ്. അതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1 മൈനസ് ആൽഫ എന്ന രീതിയിൽ നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരികയാണ്. ഇവിടെ നമ്മളെ കൈ സ്ക്വയർ വേരിയബിൾ എന്ന് പറയുന്നത് n² ആണ്. നമ്മളിവിടെ എഴുതുന്നു പ്രോബബിലിറ്റി ദാറ്റ് കൈ സ്ക്വയർ 1 - α/2 < നമ്മളുടെ കൈ സ്ക്വയർ വേരിയബിൾ n² is less than or equal to chi square α/2. That is equal to 1 - α. നമ്മൾ ആവശ്യം ഈ മിഡിലിൽ σ² മാത്രം വരുത്തുകയാണ്. അപ്പോൾ നമ്മൾ σ² ഒപ്പമുള്ള ഓരോരുത്തരെയും നമ്മൾ ഒഴിവാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് n² ഒഴിവാക്കാം. എങ്ങനെയാണ് n² ഒഴിവാക്കേണ്ടത്? ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ n². ഇതിലുള്ള ഇതിനിവിടെയുള്ള എല്ലാ ടേംസിനെയും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? n² കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ n². n² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുക? പ്രോബബിലിറ്റി ഓഫ് കൈ സ്ക്വയർ 1 - α/2 ആ ടേമിനെ ഞാൻ n² കൊണ്ട് ഡിവൈഡ് ചെയ്തു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ മിഡിൽ ടേം n² σ²നെ n² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/σ² എന്ന് കിട്ടി. ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ വരുമ്പം കൈ സ്ക്വയർ α/2 ഡിവൈഡഡ് ബൈ n². ദിസ് ഇസ് ഈക്വൽ ടു 1 - α. ഇങ്ങനെയുള്ളൊരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 1/σ² ആണ് മിഡിൽ വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് σ² ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ടേമുകളുടെയും റെസിപ്രോക്കൽ എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ n² കൈ സ്ക്വയർ 1 - α/2 വരും, ഇവിടെ σ² വരും, ഇവിടെ n² കൈ സ്ക്വയർ α/2 വരും. പക്ഷേ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന നമ്മളുടെ ഇൻഇക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുകയാണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് n² കൈ സ്ക്വയർ 1 - α/2 വന്നു. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി σ² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n² കൈ സ്ക്വയർ α/2. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - α. ഇങ്ങനെ നമുക്ക് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നേരെ തിരിച്ചിടാൻ പോവുകയാണ്. അതായത് ഇവിടുന്ന് തിരിച്ചിടുന്നു സോ ദാറ്റ് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് n² ഈ ടേമാണ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത്. കൈ സ്ക്വയർ α/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു σ², ലെസ് ദാൻ ഓർ ഈക്വൽ ടു n² കൈ സ്ക്വയർ 1 - α/2. ഇങ്ങനെ നമ്മൾ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - α. അതായത് നമ്മൾ ഉദ്ദേശിച്ച മാതിരിയുള്ള ഒരു ഫോമിലേക്ക് വന്നു. അതായത് പ്രോബബിലിറ്റി ഓഫ് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു σ² ലെസ് ദാൻ ഓർ ഈക്വൽ ടു T2 ഇസ് ഈക്വൽ ടു 1 - α എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച ഈ ഫോമിലേക്ക് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ T1ൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് n² കൈ സ്ക്വയർ α/2. അതുമാതിരി T2യുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് n² ഡിവൈഡഡ് ബൈ കൈ സ്ക്വയർ 1 - α/2. അപ്പോൾ നമുക്ക് എഴുതാം therefore n² കൈ സ്ക്വയർ α/2 n² ഡിവൈഡഡ് ബൈ കൈ സ്ക്വയർ 1 - α/2. ദിസ് ഇസ് ദി 100 into 1 - α percentage confidence interval for the population variance σ². ഇങ്ങനെയാണ് നമ്മൾ σ²നുള്ള പോപ്പുലേഷൻ വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പവർ ആൻഡ് സൈസ് ഓഫ് ദ ടെസ്റ്റ് ഇഫ് x greater than or equal to 0.8 is the critical region for testing h0 theta is equal to 2 against h1 theta is equal to 1 based on a single observation from the population with PDF fx theta is equal to 1/theta, 0 less than or equal to x less than or equal to theta.
ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈസ് ഓഫ് ദ ടെസ്റ്റ് കണ്ടുപിടിക്കാം ആദ്യം, അതുമാതിരി പവർ ഓഫ് ദ ടെസ്റ്റ്, ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ക്രിട്ടിക്കൽ റീജിയൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിട്ടിക്കൽ റീജിയൻ ഈസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.8. ദിസ് ഇസ് അവർ ക്രിട്ടിക്കൽ റീജിയൻ. ആൻഡ് എച്ച് നോട്ട് പറയുന്നത് നൾ ഹൈപ്പോത്തസിസിൽ പറയുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന വാല്യൂ ആണ്. ആൻഡ് H1ൽ പറയുന്നത്, ഓൾട്ടർനേറ്റീവിൽ പറയുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് ആദ്യം സൈസ് ഓഫ് ദ ടെസ്റ്റ് കണ്ടുപിടിക്കാം. സൈസ് ഓഫ് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ആക്ച്വലി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. എന്താണ്? സിഗ്നിഫിക്കൻസ് ലെവലിന് തന്നെയാണ് നമ്മൾ സൈസ് ഓഫ് ദ ടെസ്റ്റ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ ക്രിട്ടിക്കൽ റീജിയൻ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മളിവിടെ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ആൽഫ എന്നാണ് എഴുതുക. അപ്പോൾ എന്താണ് ആൽഫ? ആൽഫ ഈസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 ഇറർ ആണ്. ആക്ച്വലി ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 ഇറർ ആണ്, വിച്ച് ഈസ് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിജക്റ്റിംഗ് എച്ച് നോട്ട് വെൻ എച്ച് നോട്ട് ഇസ് ട്രൂ. ഇതാണ് ആൽഫ. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എപ്പോഴാണ് എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യുന്നത്? അത് ക്രിട്ടിക്കൽ റീജിയനിൽ വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.8 ക്രിട്ടിക്കൽ റീജിയനിൽ വരുന്നു. ഗിവൺ എച്ച് നോട്ട്, എച്ച് നോട്ട് ട്രൂ ആവുമ്പോൾ, എച്ച് നോട്ട് ട്രൂ ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തീറ്റയുടെ വാല്യൂ 2 ആവുന്നു. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു 2 എന്നെടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.8 എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ പ്രോബബിലിറ്റി കാണുമ്പോൾ തീറ്റയുടെ വാല്യൂ നമ്മൾ എത്ര എടുക്കണം? 2 എന്നെടുക്കണം. അപ്പം പ്രോബബിലിറ്റി കാണണമെങ്കിൽ, എക്സിൻ്റെ പ്രോബബിലിറ്റി കാണണമെങ്കിൽ എക്സിൻ്റെ PDF തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് 1/θ എന്നാണ്. എക്സിൻ്റെ റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബബിലിറ്റി കാണുക? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി കാണുമ്പോൾ നമ്മൾ അതിൻ്റെ PDF-നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഏത് റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു? ഇവിടെ തന്നിരിക്കുന്ന റേഞ്ച്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ 0.8-നെക്കാട്ടും കൂടണമെന്നാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0.8-നെക്കാട്ടും കൂടുക എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0.8 മുതൽ ഏതുവരെ പോകണം? മാക്സിമം നമുക്ക് പോകാൻ പറ്റുന്നത് തീറ്റ വരെയാണ് അല്ലേ. അപ്പം 0.8 ടു തീറ്റ വരെ എഫ് ഓഫ് എക്സിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തീറ്റേനെ ഈ കേസിൽ എന്തെടുക്കണം? 2 എന്നെടുക്കണം. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0.8 ടു തീറ്റ 2 എടുക്കണം. എഫ് ഓഫ് എക്സ് എന്താണ്? 1/θയാണ്. അപ്പോൾ 1/θനെ നമ്മൾ 2 എന്നെടുക്കുന്നു. 1/2 dx ഇതാണ് നമ്മളിവിടെ എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു 1/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു എക്സ് എന്ന് കിട്ടും അല്ലേ. 1/2 എക്സ്. അപ്പോൾ എക്സിന് നമ്മൾ റേഞ്ച് കൊടുക്കുന്നു 0.8 ടു 2, ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സിന് അപ്പർ ലിമിറ്റ് 2 കൊടുക്കുന്നു മൈനസ് ലോവർ ലിമിറ്റ് 0.8 കൊടുക്കുന്നു, ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1.2 എന്ന് വരുന്നു, ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു 0.6. അതായത് ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അതായത് സൈസ് ഓഫ് ദ ടെസ്റ്റ് കിട്ടുന്നത് 0.6.